പ്രവൃത്തിയിൽ ഭയങ്കര ഉത്സാഹിയായിരുന്നു. Very enthusiastic in God's works. അങ്ങ് സമ്മതിക്കുന്നെങ്കിൽ, Lord, if thou wilt, ഞങ്ങൾ 3 കുടിലുകളെ കെട്ടാം. we will build 3 tabernacles. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. One for thee, one for Moses, and one for Elias. ഞങ്ങൾക്കൊന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. He did not have a desire for himself. തന്റെ ജീവനെയും പ്രാണനെയും പകച്ച് താൻ ദൈവത്തിനായി കുടിലുകളെ കെട്ടുന്ന മനുഷ്യനായിരുന്നു. He is ready to give away his life and build the tabernacle. ദൈവ സാന്നിധ്യത്തിൽ ഇരിപ്പാനും വിശ്രമിപ്പാനും അവൻ ആഗ്രഹിച്ച മനുഷ്യനായിരുന്നു. He decided to be in the presence of the Lord and abide in it. ഇനി അടുത്തതായി നാം നോക്കുമ്പോൾ, And nextly when we look, മറ്റാർക്കുമില്ലാത്തൊരു തീരുമാനം ഇവനുണ്ടായിരുന്നു. he had a great determination. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 35-ാം വാക്യത്തിൽ വരുമ്പോൾ, Coming to Matthew chapter 26 verse 35, അവിടെ അദ്ദേഹത്തിന്റെ തീരുമാനം കാണാം. we can see his decision over there. എന്താണ് തീരുമാനം? What is his decision? കർത്താവേ, നിന്നോടുകൂടെ മരിക്കാൻ ഞാൻ ഒരുക്കമാണ്. Lord, I am willing to die with thee. എന്തൊരു അത്ഭുതപ്പെട്ട അനുഭവം! What a wonderful മറ്റു experience. സ്ലീഹന്മാർക്ക് ആർക്കും ഈ കാര്യങ്ങളില്ല. Other disciples did not have this claim. അവന്റെ ആഴമായ അറിവ്, One, great knowledge. യേശു നസ്രേത്തുകാരനാ എന്നുള്ള അറിവല്ല. Not that Jesus is a Nazarite, യേശു നിത്യജീവനാണ്. but Jesus is eternal life. അവന്റെ അധരത്തിൽ നിന്ന് നിത്യജീവന്റെ വചനങ്ങളെ വരും. Out of his mouth comes words of eternal life. അത് മാത്രമല്ല, Not only that, അവന്റെ ചിന്തയും പ്രവൃത്തിയും നടപ്പും വിശുദ്ധിയാകണമെന്നുള്ള ആഗ്രഹമുണ്ടായി. he had the great desire for the walks, deeds and works to be holy. അതിലുപരിയായി രാപ്പകൽ ദൈവത്തിനായി കുടില് കെട്ടുവാൻ അവൻ ഉത്സാഹിയായിരുന്നു. Above all, he was enthusiastic to build the God's tabernacle. അതിനപ്പുറമായി അവൻ നല്ല ഉറപ്പുള്ള തീരുമാനമായിരുന്നു. And above that, he had a great determination. കർത്താവേ, നിന്നോടുകൂടെ ഞാൻ മരിക്കാൻ ഒരുക്കമാണ്. Lord, I am willing to die with thee. എന്തൊരു അത്ഭുതപ്പെട്ട അവസ്ഥ! What a wonderful experience. എന്നാൽ അടുത്ത ഭാഗം നമ്മൾ എന്താ വായിച്ചു കേട്ടത്? But what did we read the next portion? ഇപ്പോൾ അവൻ പറയുന്നു, എനിക്ക് ആ മനുഷ്യനെ അറിഞ്ഞുകൂടാ. Now he says, I do not know that എനിക്ക് man. ആ മനുഷ്യനെ അറിഞ്ഞുകൂടാ. I do not know that man. അതുമാത്രമല്ല, Not only that, അവൻ പ്രാകുവാനും ആണയിടുവാനും തള്ളിപ്പറയാനും തുടങ്ങി. he started to curse, swear and despise. അവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു. And he despised Jesus. അവൻ യേശുവിനെ പ്രാകുവാൻ തുടങ്ങി. He started to swear. അവൻ യേശുവിനെ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞവൻ ആണയിട്ട് സത്യം ചെയ്യുകയാണ്. And he is cursing and swearing, saying, Jesus, I don't ഓർത്തു know. നോക്കൂ, എന്തൊരു വലിയ തകർച്ചയാണിത്! See how a great destruction over അദ്ദേഹം there. ആരായിരുന്നു? Who was he? അദ്ദേഹത്തിന്റെ അറിവ് എന്തായിരുന്നു? How was his knowledge? അദ്ദേഹത്തിന്റെ ഉത്സാഹം എന്തിനായിരുന്നു? How enthusiastic he തന്റെ was? ആത്മാവ് ആഗ്രഹിച്ചത് എന്തായിരുന്നു? What did his spirit desire? അന്തിമാത്താഴത്തിൽ താൻ എടുത്ത തീരുമാനം എന്തായിരുന്നു? What was his decision at the Last Supper? അവനോടുകൂടെ മരിക്കാൻ ഒരുക്കമാണ്. To die with him. മത്തായിയുടെ സുവിശേഷം 26:35 വരുമ്പോൾ, Coming to Matthew 26:35, അവ വാക്കൊന്ന് വായിച്ചാൽ, can we read that scripture portion? നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. നിന്നോടുകൂടെ മരിക്കുവാനും തയ്യാറാണ്. I am ready to die with you. മറ്റൊരു സുവിശേഷം എഴുതിയിരിക്കുന്നു, വരുവീൻ നമുക്ക് അവനോടുകൂടെ പോകാം, മരിക്കേണ്ടി വന്നാൽ മരിക്കാം. In another gospel it says, let's go with him. If we were to die, we have to die. അവന്റെ തീരുമാനം എത്ര വലിയ കാര്യം! What a great decision. പക്ഷേ എല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞുപോയി. But everything broken in a moment. ഇപ്പോൾ അവൻ പറയുന്നു, എനിക്ക് ആ മനുഷ്യനെ അറിഞ്ഞുകൂടാ. Now he says, I do not know that നിങ്ങൾ man. പറയുന്ന മനുഷ്യനെ എനിക്ക് അറിഞ്ഞുകൂടാ. I do not know that person. അതിലുപരി അവനെ പ്രാകുകയാണ്. And above all, he's cursing. യേശുവിനെ തള്ളിപ്പറയുകയാണ്. He's despising Jesus. എല്ലാം ഉടഞ്ഞുപോയി. Everything is broken. ഒരു മൺപാത്രം കടുപ്പമുള്ള പ്രതലത്തിൽ വീണ് തകരുന്നത് പോലെ As a pot falls on the floor and breaks. ഇപ്പോൾ പത്രോസ് മുഴുവനായി തകർന്നുപോയി. Now Peter is completely broken. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. എന്തായിരുന്നു അതിന്റെ രഹസ്യം? What was the reason? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ സംഭവിച്ചത്? Why did it happen to him? നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിക്കാം. It might happen in our life too. പത്രോസിനെ പോലെ ആഴമായ അറിവുള്ളവരായിരിക്കാം. We may have a great knowledge like Peter. പത്രോസിനെ പോലെ വിശുദ്ധിയെ വാഞ്ചിക്കുന്നവരായിരിക്കാം. We may greatly desire for holiness like Peter. വിശുദ്ധന്മാരോടുകൂടെ ദൈവപ്രവർത്തികളിൽ കുടിൽ കെട്ടുവാൻ നിങ്ങൾ ഉത്സാഹികളായിരിക്കാം. Maybe you're enthusiastic to work along with the saints. ജീവനോ മരണമോ എന്തു വന്നാലും യേശു മതിയെന്ന് തീരുമാനം എടുത്തവരായിരിക്കാം. Maybe you have decided life or death, I need my Jesus. പക്ഷേ പലപ്പോഴും പ്രതിസന്ധിയിൽ യേശുവിനെ തള്ളിപ്പറയുകയാണ്. But times of tribulation you despise God. പലപ്പോഴും യേശുവിനെ അറിയാമെങ്കിലും അറിവില്ലാത്തവരെ പോലെ അവനെ ക്രൂശിക്കുകയാണ്. Though you know him many a time, you crucify him.
എന്താണ് അതിന്റെ കാര്യം? Why? പത്രോസിന് എന്താണ് സംഭവിച്ചത്? What happened to Peter? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ If we study the scriptures, പ്രധാനമായ 4 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. there are 4 important reasons. ഒന്നാമത്, പത്രോസ് എപ്പോഴും തന്റെ സ്വയത്തിൽ വിശ്രമിച്ച മനുഷ്യനായിരുന്നു. One, he always abided in himself. എപ്പോഴും ഞാൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. He used to repeatedly say, ഞാൻ me. കർത്താവിനോടുകൂടെ മരിക്കും. I will die with Christ. കർത്താവേ, ഞാൻ വെള്ളത്തിന്റെ മീതെ നടന്ന് നിന്റെ അടുക്കൽ വരട്ടെ. Lord, may I walk through above the waters. എപ്പോഴും അവനിൽ ഒരു സ്വയം ഉണ്ടായിരുന്നു. That self was resting in പ്രിയ him. ദൈവമക്കളെ, Dear child of നമ്മുടെ God, സ്വയം നമ്മിൽ വാഴുന്നിടത്തോളം കാലം as long as the self reigns in us, നമുക്കൊരിക്കലും നമ്മുടെ തീരുമാനത്തിൽ നിലനിൽപ്പാൻ സാധ്യമല്ല. we will not be able to stand in our determination. നമ്മുടെ സ്വയം കൊണ്ട് ഒരിക്കലും ഒരു ക്രിസ്ത്യ ജീവിതം ചെയ്യാൻ സാധ്യമല്ല. We cannot do a Christian life with ourselves. നാം സ്വയമായി ഒരു ജയജീവിതം ചെയ്യുന്നതും And though we do a victorious life, ഇന്ധനമില്ലാത്തൊരു വാഹനം തള്ളി നീക്കുന്നത് ഒരുപോലെയാണ്. and pushing a vehicle without fuel is like the ഇനി same. നമുക്ക് പൗലോസ്ലിഹായെ എടുത്തു നോക്കാം. Let's look into the life of St. അദ്ദേഹം Paul. ഒരു നാളും ഇടറിപ്പോയിട്ടില്ല. He never got dismayed. അദ്ദേഹം ഒരുപാട് വേദനപ്പെട്ടു. He was painful. എന്താണ് ഇതിന്റെ കാരണം? What's the reason? ഗലാത്യർക്ക് താൻ ലേഖനം എഴുതുമ്പോൾ When he writes his epistle to താൻ Galatians, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. he has said like this: ഞാൻ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. I have been crucified with Christ. ഇനി ഞാനല്ല, യേശു അത്രേ എന്നിൽ ജീവിക്കുന്നത്. Now it's no longer I, but Christ in me. പത്രോസ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ When Peter claims me, പൗലോസ്ലിഹ എന്തു പറയുന്നു? what is St. Paul saying? ഞാൻ ക്രൂശിക്കപ്പെട്ടു, I am crucified. ഇനി ജീവിക്കുന്നത് ഞാനല്ല, Nevertheless, I live. യേശു അത്രേ എന്നിൽ ജീവിക്കുന്നത്. But not I, but Christ in me. യേശു നമ്മിൽ ജീവിക്കുന്നെങ്കിൽ മാത്രമേ Only if Jesus lives in us, നമുക്ക് ജയകരമായൊരു ക്രിസ്ത്യ ജീവിതം ചെയ്യാനൊക്കൂ. we can do a victorious life. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. What's impossible with man is possible with God. ഒരിക്കൽ ഒരു സ്നേഹിതൻ എന്നോട് ചോദിച്ചു, Once a friend asked me, പാസ്റ്ററേ, ഈ യേശു പറഞ്ഞതുപോലെ ഭൂമിയിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ ഒക്കുമോ? Pastor, can a man live like Jesus said? യേശു പറഞ്ഞതുപോലെ, യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത് പോലെ, As in the Beatitudes in the Sermon of the Mount, ഭൂമിയിൽ ജഡത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ജീവിക്കാൻ ഒക്കുമോ? can a man in flesh live accordingly? അവസാനം ഒക്കെയില്ല എന്ന് സമ്മതിക്കേണ്ടി വന്നു. At the end, I had to accept it's not പിന്നെ possible. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത്? But then why did Jesus say like നമുക്ക് that? കഴിയാത്തൊരു കാര്യം യേശു എന്തിനാണ് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്? Why is Jesus asking us to do a thing which we cannot do? പക്ഷെ അതിന്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. There is a mystery അപ്പോൾ behind ഞാൻ it. ചോദിച്ചു, യേശുവിനെ അങ്ങനെ ജീവിക്കാൻ ഒക്കുമോ? I asked, can Jesus live like that? പുള്ളി ധൈര്യമായി പറഞ്ഞു, Yes, he boldly യേശു said, പ്രസംഗിച്ചതുപോലെ യേശുവിന് ജീവിക്കാം. Jesus can live as he preached. കാരണം എന്ത്? Why? കാരണം യേശു ദൈവപുത്രനാണ്. Because Jesus is the Son of യേശു God. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രനാണ്. Jesus came to the earth from heaven as the Son of അതുകൊണ്ട് God. യേശുവിനെ കൊണ്ട് അങ്ങനെ ജീവിക്കാൻ ഒക്കും. So Jesus can live like that. മനുഷ്യനെ കൊണ്ട് അത് ഒരിക്കലും സാധ്യമല്ല. But it's impossible with man. പിന്നെ എന്താണ് യേശു പറഞ്ഞതിന്റെ കാര്യം? Then what's the reason Jesus said, നാം മരിക്കുകയും യേശു നമ്മിൽ ജീവിക്കുകയും ചെയ്താൽ, if we die and Jesus lives in us, നാം മരിക്കുകയും പകരം യേശു നമ്മിൽ ജീവിക്കുകയും ചെയ്താൽ, if we die and Jesus lives in us, യേശു പറഞ്ഞതുപോലെ നമുക്ക് ജീവിക്കാം. we can live like Jesus said. അതാണ് പൗലോസ് പറഞ്ഞത്. That's what St. Paul said. ഞാൻ ക്രൂശിക്കപ്പെട്ടു, I am crucified. ഞാൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, I am crucified with Christ. ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, Yet not I live, യേശു അത്രേ എന്നിൽ ജീവിക്കുന്നത്. but Christ liveth in me. യേശു നമ്മിൽ ജീവിക്കുന്നെങ്കിൽ If Jesus lives in us, നാം എടുത്ത തീരുമാനത്തിൽ നമുക്ക് നിലനിൽക്കാം. we can be standing in our നമ്മുടെ determination, ആഗ്രഹത്തെ നമുക്ക് നിവർത്തിക്കാം. and we can fulfill our നമ്മുടെ desire, ഉത്സാഹത്തിൽ നാം തുടർന്നുകൊണ്ടേയിരിക്കും. and we will continue in our അപ്പോൾ enthusiasm. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞതിന്റെ കാര്യം, So the reason why Peter dismayed Jesus, ഒന്നാമതായി അവന്റെ സ്വയത്തിൽ അവൻ വിശ്രമിച്ചിരുന്നു. one, he trusted in himself. ദൈവം അതൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. God did not desire നമ്മുടെ that. സ്വയത്താൽ ഒന്നും നമുക്ക് സാധ്യമല്ല. We cannot fulfill anything with ourselves. രണ്ടാമത്തെ വിഷയം, The second ഈ thing, ഉറപ്പുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത ശേഷം after taking all the strong determination, പത്രോസ് പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉറങ്ങുന്ന മനുഷ്യനായിരുന്നു. Peter used to sleep while he had to pray. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 40-ാം വാക്യത്തിൽ വരുമ്പോൾ, Coming to Matthew chapter 26 verse 40, യേശു അവരെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. Jesus is taking along with him അവർ ഗെത്സമനിയിലേക്ക് പോയി. and proceeding to Gethsemane. പത്രോസും യോഹന്നാനും യാക്കോബും അവനോടൊപ്പം ഉണ്ടായിരുന്നു. Peter, Jacob and John along with him. അവർ തോട്ടത്തിന്റെ ഉള്ളിൽ കടന്നു പ്രാർത്ഥിച്ചു. They went into the garden and prayed. യേശു ഒരു കല്ലേറ് ദൂരത്തിൽ പോയി. Jesus went a bit further. അവൻ അതിവേദനയോടെ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്.
പ്രാർത്ഥിക്കുക. And with great pain he's അവൻ praying. അതിനിടയിൽ എഴുന്നേറ്റ് വരുന്ന ഒരു രംഗമുണ്ട്. There is a scene where he comes in. വരുമ്പോൾ അവർ ഉറങ്ങുകയാണ്. But as he finds them, they were sleeping. യേശു ചോദിക്കുന്നു, Jesus asks, അരനാഴിക എന്നോടുകൂടെ പ്രാർത്ഥിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലയോ? Can you not watch with me for half an hour? പത്രോസേ, ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീൻ. Peter, awake and pray. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീൻ. Watch and pray that he may not enter into temptation. എന്തുകൊണ്ടാണ് ഈ പത്രോസിന് ഇത് സംഭവിച്ചത്? Why did this happen to Peter? അവന്റെ അറിവ് ഇപ്പോൾ എവിടെ പോയി? Where did his knowledge go? അവന്റെ ആഗ്രഹം എവിടെ പോയി? Where did his desire അവന്റെ end? തീരുമാനം എവിടെ പോയി? Where is his decision അവന്റെ now? ഉത്സാഹം എവിടെ പോയി? Where is his enthusiasm? എല്ലാം നഷ്ടപ്പെട്ടു പോയി. Everything is lost. രഹസ്യം എന്താണ്? What's the reason? ഒന്ന്, അവന്റെ സ്വയത്തിൽ അവൻ ആശ്രയിച്ചുകൊണ്ടേയിരുന്നു. One, he abided in himself. രണ്ടാമത്, അവൻ ഒരു ഉറക്കപ്രിയനായിരുന്നു. Secondly, he was a slumber മത്തായിയുടെ lover. സുവിശേഷം 26:41 വായിച്ചാൽ, Gospel according to St. Matthew chapter 26 verse 40. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. പലപ്പോഴും നാം വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കും. Many a times we'll take a decision. നമ്മുടെ ആഗ്രഹം ദൈവത്തോടും മറ്റുള്ളവരോടും പറയും. We will share our desire with others too. അതിനുശേഷം നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ ഉറങ്ങിക്കളയും. But then the valuable times we sleep. പത്രോസിന് സംഭവിച്ചത് അതായിരുന്നു. That's what happened to Peter. അവന്റെ ഉറക്കം ഒടുവിൽ അവനെ ഏറ്റവും ഹീനനാക്കി കളഞ്ഞു. And that sleep made him an abominable നമ്മുടെ man. ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു ആത്മീയ ഉറക്കം സംഭവിക്കരുത്. There should not be a spiritual slumber in our life. പഴയ നിയമത്തിൽ ഒരു പ്രവാചകനുണ്ട്. There was a prophet in the old times. അദ്ദേഹത്തിന്റെ പേര് ഏലിയാവെന്നായിരുന്നു. His name was Elijah. അദ്ദേഹം ഒരു നാൾ ഇസ്രായേലിന്റെ ദൈവത്തെ വെളിപ്പെടുത്തി ഒരു യാഗം നടത്തി. He made a sacrifice revealing the God of Israel. മുഴുവൻ ഇസ്രായേലും ഭയപ്പെട്ടു പോയി. The whole Israel was shaken. ആ യാഗം കഴിഞ്ഞപ്പോൾ And after the അന്നത്തെ sacrifice, ഇസ്രായേൽ രാജാവായ ആഹാബ് തന്റെ അരമനയിലേക്ക് പോയി. King Ahab went back into his court. പക്ഷേ ഏലിയാവ് എവിടേക്ക് പോയി? But where did Elijah അദ്ദേഹം go? നേരെ കർമ്മേലിലേക്ക് പോയി. He went unto Mount Carmel. അവൻ മുട്ടുകൾക്കിടയിൽ തലവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. He kept his head between his knees and അവൻ ആ prayed. യാഗത്തിന് ശേഷം പോയി പ്രാർത്ഥിക്കുകയായിരുന്നു. After the offering, he went and prayed. അപ്പോഴാണ് ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം അവൻ ആകാശത്ത് കണ്ടത്. And that's when he saw the hand of the faithfulness എന്നാൽ of God. പത്രോസിന് അത് കഴിഞ്ഞില്ല. But Peter could not. നിന്നോടുകൂടെ ഞാൻ മരിക്കാൻ ഒരുക്കുമെന്നവൻ പറഞ്ഞിരുന്നു. He said, I will be ready to die with അവന്റെ you. തീരുമാനം നല്ലതായിരുന്നു. Good was his decision. ഒടുവിൽ അവൻ യേശുവിനെ തള്ളി പറഞ്ഞു. But now he despised അവൻ him. യേശുവിനെ പ്രാഗി. He cursed. അവൻ യേശുവിനെ അറിയത്തില്ല എന്ന് പറഞ്ഞ് ആണയിട്ടു. And he said, swear that I do not അവനിപ്പോൾ Jesus. യേശുവിന് വലിയൊരു ശത്രുവായി തീർന്നു. Now he has become an enemy of എന്താണ് Jesus. അതിന്റെ കാരണം? What's the reason? അവന്റെ വിലപ്പെട്ട സമയം ഉറങ്ങിക്കളഞ്ഞു. His valuable times he slept. ഏലിയാവിനെ പോലെ അവന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. He could not pray like Elijah. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ If he had prayed, ഒരിക്കലും ഈ ദോഷങ്ങളൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. this harm would not have happened in his life. സ്വർഗം നമുക്ക് തരുന്ന അവസരങ്ങളെ പാഴാക്കരുത്. Do not waste the opportunity which the heavens നമ്മുടെ bestow. ആഗ്രഹം ദൈവം അറിയും പോലെ തന്നെ സാത്താനും അറിയാം. For your desires are not by God and Satan നമ്മുടെ too. തീരുമാനം ദൈവം അറിയുന്നത് പോലെ സാത്താനും അറിയാം. Your decisions are known by God and Satan too. നമ്മുടെ ഉത്സാഹം ദൈവം അറിയുന്നത് പോലെ സാത്താനും അറിയാം. Your enthusiasm is known by God and Satan too. ആകയാൽ നിങ്ങളുടെ തീരുമാനത്തെ വഴുതിച്ചു കളയുവാൻ, Therefore, in order to offend your നിങ്ങളുടെ decision, അറിവിനെ ഇല്ലാതാക്കി കളയുവാൻ, in order to make your knowledge vain, നിങ്ങളുടെ ഉത്സാഹത്തെ നഷ്ടപ്പെടുത്തി കളയുവാൻ in order to make loose of your പിശാച് enthusiasm, സദാസമയം പോരാടിക്കൊണ്ടിരിക്കും. Satan will always fight against you. അപ്പോൾ അവൻ ഉറങ്ങിപ്പോയി. Now he slept. അവന്റെ നാശത്തിന്റെ ഒരു ഭാഗം ഉറക്കമായിരുന്നു. One part of his destruction was sleep. മൂന്നാം ഭാഗത്തേക്ക് നാം കടന്നു പോകുമ്പോൾ Coming to the third portion, ലൂക്കോസിന്റെ സുവിശേഷം 22:54 വരുമ്പോൾ, coming to Gospel according to St. Luke, chapter 22, verse 54. 22:54 വാക്യം വായിക്കുമ്പോൾ, Chapter 22, verse അവർ 54. യേശുവിനെ ക്രൂശിപ്പാനായി കൊണ്ടുപോയി. They were taking Jesus to be crucified. പത്രോസ് യേശുവിനെ അനുഗമിച്ചു. Peter followed him, പക്ഷേ അകലം വിട്ടായിരുന്നു. but there was a gap. പത്രോസ് യേശുവിനെ അനുഗമിച്ചു. Peter followed Jesus, പക്ഷേ അകലം വിട്ടായിരുന്നു. but there was a gap. അവൻ യേശുവിനോട് അടുത്തിരിപ്പാൻ കഴിയുന്നില്ല. He could not be nigh with him. ആ തിരുവെഴുത്തൊന്ന് വായിച്ചാട്ട്. Let's read that scripture portion. അവർ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി പത്രോസും അകലം വിട്ട് പിൻചെന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. പത്രോസ് യേശുവിനെ അനുഗമിച്ചു. Peter followed Jesus, പക്ഷെ അകലം വിട്ടായിരുന്നു. but afar off.
തിരിഞ്ഞു നോക്കിയാൽ കാണാത്ത ദൂരത്തിലാണ് യേശുവിനെ അനുഗമിക്കുന്നത്. If he turns back, he cannot even see. എന്നാൽ ബൈബിൾ എന്തു പറയുന്നു? What was the Bible say? അവൻ എന്നോട് പറ്റിയിരിക്കൊണ്ട് ഞാൻ അവനെ വിടുവിക്കുമെന്നാണ്. Because he leans upon me, therefore will I deliver him. യേശുവിനെ അനുഗമിച്ചു, സത്യം തന്നെ. It's the truth that Peter പക്ഷേ followed, യേശുവിനോട് ചേർന്നല്ല, but not along with him. യേശുവിനെ വിട്ട് വളരെ അകലത്തിലാണ്. And it was very far off. ഇന്ന് പല ക്രിസ്ത്യാനികളും യേശുവിനെ അനുഗമിക്കുന്നുണ്ട്. Today, many Christians follow Jesus, പക്ഷെ അവർ യേശുവിനെ വിട്ട് ആയിരക്കണക്കിന് മൈൽ അകലത്തിലാണ്. but they are 1,000 miles away from Jesus. എന്തുകൊണ്ട് നിങ്ങൾ യേശുവിനെ തള്ളി പറയേണ്ടി വരുന്നു? Why are you being despising Jesus? എന്തുകൊണ്ട് യേശുവിനെ പ്രാകേണ്ടി വരുന്നു? Why you have to curse him? എന്തുകൊണ്ട് യേശുവിനെ അറിയത്തില്ല എന്ന് വാക്കിലും പ്രവൃത്തിയിലും വെളിപ്പെട്ടു വരുന്നു? Why it is revealed that you do not know Jesus? പലപ്പോഴും അകലം വിട്ടുള്ള ക്രിസ്ത്യ ജീവിതമാണ്. Because your Christian life is far off. അതൊരിക്കലും അരുത്. It should not be. നാം ദൈവത്തോട് പറ്റിയിരിക്കണം. We should trust upon and lean upon കൊമ്പ് him, മുന്തിരിവള്ളിയിൽ പറ്റിയിരിക്കുന്നത് പോലെ. like the vine upon the branch. കൊമ്പ് മുന്തിരിവള്ളിയിൽ പറ്റി ചേർന്നിരിക്കുന്നത് പോലെ Like the branch is along with the vine. നാം നമ്മുടെ ദൈവത്തിൽ പറ്റി ചേർന്നിരിക്കണം. We should be leaning upon our എങ്കിൽ Lord. മാത്രമേ നമ്മുടെ തീരുമാനത്തിൽ നിലനിൽപ്പാൻ കഴിയത്തുള്ളൂ. Only can we be standing in our പഴയ decision. നിയമ ഇസ്രായേൽ രാജാക്കന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ When we learn the historical background of the ചില former kings, രാജാക്കന്മാരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് about certain kings it's അവർ mentioned, ഏകാഗ്രത ഹൃദയത്തോടെ ദൈവത്തെ സേവിച്ചു. with a diligent heart they followed God. ഇനി ചില രാജാക്കന്മാരെ കുറിച്ച് എഴുതുമ്പോൾ Again, another king, അവർ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. they did pleasable to God. അവർ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. They did things pleasing പക്ഷേ God, ഏകാഗ്രത ഹൃദയത്തോടെ അല്ലതാനും. but not with a diligent heart. ചില രാജാക്കന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം. We can see that in the historical അവർ background. യഹോവയ്ക്ക് പ്രസാദമുള്ളതാണ് ചെയ്തത്. They did pleasing things to God, പക്ഷേ ഏകാഗ്രത ഹൃദയത്തോടെ അല്ല. not with a diligent heart. നാം ദൈവത്തെ അനുഗമിക്കുമ്പോൾ When we follow God, നാം ദൈവത്തോട് ചേർന്നിരിക്കണം. we should be along with him, കൊമ്പ് മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കും പോലെ like the branch along with the നാം vine. നമ്മുടെ ദൈവത്തോട് ചേർന്നിരിക്കണം. We should be all along with him. എങ്കിലേ നമ്മുടെ ആഗ്രഹം നിവർത്തിക്കപ്പെടുകയുള്ളൂ. Only then our decisions will be fulfilled. എങ്കിലേ നമ്മുടെ അറിവ് അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരത്തുള്ളൂ. Only then our knowledge will become perfection. എങ്കിലേ നമ്മുടെ ഉത്സാഹം കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാനൊക്കത്തുള്ളൂ. Only then our enthusiasm will be fruitful. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നാം എടുത്ത തീരുമാനത്തിൽ നിലനിൽക്കാനൊക്കത്തുള്ളൂ. Only then can we stand in our ഈ decision. അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ Coming to the next portion, അടുത്ത വാക്കിൽ എഴുതിയിരിക്കുന്നു, in the next verse it's written, പത്രോസ് തീ കായുന്നവർ ഇടയിൽ പോയിരുന്നു. Peter was among the people who were gathering യേശുവിനെ fire. ക്രൂശിപ്പാൻ കൊണ്ടുപോവുകയാണ്. Jesus is being taken അവനെ crucifixion, ക്രൂശിക്ക എന്ന് അവർ അലറി വിളിക്കുകയാണ്. and they are crying out, crucify him. ആ നാട്ടിൽ അപ്പോൾ വളരെ തണുപ്പുണ്ടായിരുന്നു. And there was a great ഈ cold in that land. ക്രൂശീകരണം കാണാൻ പോയ പലരും തീ കായാൻ തുടങ്ങി. Many people who went for crucifixion were kindling fire. പത്രോസും അവർക്കിടയിൽ പോയിരുന്നെന്നൊരു വാക്യമുണ്ട്. The word says Peter sat down among them. ഒന്ന് വായിച്ചാൽ Let's read that portion. ലൂക്കോസിന്റെ സുവിശേഷം Gospel according to St. Luke, 22:55 അല്ലേ? chapter 22, verse 55. അവർ നടുമുറ്റത്തിന്റെ മധ്യേ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിൽ പത്രോസ് ഇരുന്നു. പോയി അവർക്കിടയിൽ ഇരുന്നു. Peter sat among them. അവിടെ യേശുവിന് അനുകൂലവാദികൾ ആരുമില്ല. There were none who were accepting അവനെ Jesus. ക്രൂശിക്ക എന്ന് വിളിച്ചു പറയുന്ന ദുഷ്ടന്മാരാണ്. Only wicked people crying out, crucify him. അവർക്കിടയിൽ പോയി അപ്പോസ്തലൻ ഇരുന്നു. Among them the apostle sat. എന്താണ് തന്റെ തകർച്ചയുടെ രഹസ്യം? What's the reason for his destruction? തനിക്ക് ഇരിക്കേണ്ടാത്ത ഇടങ്ങളിൽ പോയിരുന്നു. He sat in places where he should not. ബൈബിൾ എന്ത് പറയുന്നു? What does the Bible നിങ്ങൾ say? പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ പോയി ഇരിക്കരുത്. Do not sit in the seats of the scornful. അവനൊടുവിൽ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ പോയിരുന്നു. Now he is sitting along with അവിടെ them. ഉള്ളവരാരും നീതിമാന്മാരല്ല. They are not righteous people. അവരാരും യേശുവിന്റെ കഷ്ടതയിൽ ദുഃഖിക്കുന്നവരല്ല. They are not sorrowful about the അവർ sufferings of യേശുവിനെ Jesus. ക്രൂശിക്കണമെന്ന് അലറി വിളിക്കുന്നവരാണ്. They are crying out, crucify him. പത്രോസ് അവർക്കിടയിൽ പോയിരുന്നു. But Peter sat അത് among them. ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. That is not what God desires. എന്തുകൊണ്ട് അവൻ ഇത് സംഭവിച്ചു? Why did this happen to him? എനിക്ക് ആ മനുഷ്യനെ അറിഞ്ഞുകൂടാ എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? Why did he say, I do not know that man? ഒന്നാമത് അവന്റെ സ്വയത്തിൽ എപ്പോഴും ആശ്രയിച്ചിരുന്നു. One, he trusted in himself. നാം സ്വയത്തിൽ ആശ്രയിക്കും തോറും ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും. The more we trust in ourselves, the more we will be away from the presence of God. പൗലോസിനെ പോലെ നാം മരിക്കുകയും യേശു ജീവിക്കുകയും ചെയ്യുന്ന ഏറ്റു പറയും തോറും ദൈവ സാന്നിധ്യത്തിൽ നമ്മളായിരിക്കും. As we confess like St. Paul, we will be in the presence of the Lord.
Lord. അടുത്തതായി അവൻ കഠിനമായി ഉറങ്ങി. Nextly, he slept. നമ്മുടെ അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കി കളയരുത്. Do not waste the opportunities you had. അടുത്തതായിട്ട് എന്ത് വായിച്ചു? What we read അവൻ next, യേശുവിനെ അനുഗമിച്ചു. he followed Jesus, പക്ഷെ അകലം വിട്ടായിരുന്നു. but very far off. എത്രയോ ദൈവമക്കൾ ഇങ്ങനെയാണ് പോകുന്നത്. Many children of God are following യേശു this. തിരിഞ്ഞു നോക്കിയാൽ കാണാനൊക്കാത്ത ദൂരത്തിലാണ്. If Jesus turns back, he cannot even see. പത്രോസ് യേശുവിനെ അനുഗമിച്ചു. Peter followed Jesus, പക്ഷേ അകലം വിട്ടായിരുന്നു. but very far off. ദയവായി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കരുത്. Let it not happen in our life. അതിലുപരിയായി And above all, തനിക്ക് ഇരുന്നുകൂടാത്ത സ്ഥലത്ത് താൻ പോയിരുന്നു. he sat in the place where he should not. ദൈവം അത് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. Lord does not accept നമ്മൾ that. ഒരിക്കലും ദുഷ്ടന്റെ ആലോചന പ്രകാരം ജീവിക്കരുത്. We should not walk in the counsel of the ungodly, പാപിയുടെ വഴിയിൽ നിൽക്കരുത്. nor stand in the way of sinners, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നമ്മൾ ഇരിക്കരുത്. nor sitteth in the seat of the ഈ scornful. അന്ത്യകാലത്ത് പരിഹാസികൾ എഴുന്നേറ്റ് വരും. For in the end times these corners can ഈ come. പരിഹാസികളുടെ വഴികളിൽ ഒരിക്കലും നമ്മൾ പോകരുത്. We should not walk in their ways, അവന്റെ ഇരിപ്പിടത്തിൽ നമ്മൾ പോയി ഇരിക്കരുത്. neither should we sit among them. പത്രോസ് നടുമുറ്റത്ത് തീ കായുമ്പോൾ When Peter was kindling the fire, അവനും അവരോടുകൂടെ പോയിരുന്നു. he went along with അവിടെ them. വെച്ചാണ് യേശുവിനെ തള്ളി പറയേണ്ടി വന്നത്. It was there that he had to disobey അവിടെ Jesus. വെച്ചാണ് എനിക്കവനെ അറിഞ്ഞുകൂടാന്ന് പറയേണ്ടി വന്നത്. That's where he swore, I do not know അവിടെ them. വെച്ചാണ് യേശുവിനെ പ്രാകേണ്ടി വന്നത്. That's where he cursed Jesus. പ്രിയ ദൈവവൈതലേ, Dear child of God, നീ ഒരു സാധാരണ മനുഷ്യനല്ല. you are not an ordinary ഒരുപക്ഷേ man. നിന്റെ ദൃഷ്ടിയിൽ നീ ഒരു ശീമോനെ പോലെ ആയിരിക്കാം. Maybe in your sight you might be like Peter, പക്ഷേ യേശുവിന്റെ ദൃഷ്ടിയിൽ നീ ഉറപ്പുള്ള പാറയുടെ കഷ്ണമാണ്. but in the sight of the Lord you are a strong piece ദൈവം of rock. അറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. Nothing happens without the knowledge of God. ഈ പത്രോസിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് നമുക്ക് പോകാം. Coming to the third phase of Peter, പത്രോസ് എല്ലാം തകർന്നവനായി പോയി. Peter had തന്റെ completely destroyed. തീരുമാനം തകർന്നുപോയി. His decisions failed, തന്റെ ആഗ്രഹം ഉടഞ്ഞുപോയി. and his desires failed തന്റെ too. ഉത്സാഹം നഷ്ടപ്പെട്ടു പോയി. His enthusiasm got diminished. തന്നെല്ലാം നഷ്ടപ്പെട്ടവനായി. He became completely പക്ഷേ lost. യേശു തന്നെ ഉപേക്ഷിക്കുന്നില്ല. But Jesus is not leaving him. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഉയർത്തു വന്ന യേശു Resurrected Jesus പത്രോസിനെ തേടി പോവുകയാണ്. goes in search of Peter. യേശു എന്ത് ചോദിക്കുന്നു? What is Jesus asking? യോഹന്നാന്റെ മകനായ ശീമോനെ, O Simon, son of John. യോഹന്നാന്റെ മകനായ ശീമോനെ, O Simon, son of John. നീ എന്നെ സ്നേഹിക്കുന്നുവോ? Do you love me? ഭയാനകമായ ഒരു നിമിഷമായിരുന്നു അത്. That was a terrible moment. പത്രോസിന്റെ ഉള്ളം വിറച്ചുപോയി. His soul started to tremble. വീണ്ടും ചോദിക്കുന്നു, Again the question comes. യോഹന്നാന്റെ മകനായ ശീമോനെ, Simon, O son of John. നീ എന്നെ സ്നേഹിക്കുന്നുവോ? Do you love me? എല്ലാ ശിഷ്യന്മാരും ചുറ്റും നിൽക്കുകയാണ്. All the disciples along. അവൻ പകച്ചുപോയി. He was trembling. യേശു അവനെ അടുക്കൽ വിളിച്ചു. Jesus called him nigh. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ അവന്റെ പക്കലാണ് കൊടുത്തത്. It was the keys of heaven handed to him. കുഞ്ഞാടുകളെ മേയ്ക്കുന്ന ഇടയന്റെ വടി അവന്റെ കയ്യിലാണ് കൊടുത്തത്. The rod of the shepherd into his hands. തിരുവചനത്തിലേക്ക് നമുക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. Coming to the scriptures, we do see that. മരണം വിട്ട ഉയർത്ത യേശു Jesus, who resurrected from the dead, പത്രോസിനെ തേടി ഗലീല കടൽ തീരത്തേക്ക് പോവുകയാണ്. goes to the shores of Galilee in search of അവൻ Peter. യേശുവിനെ കണ്ടപ്പോൾ ദുഃഖിതനായി നിന്നു. Seeing Jesus, he was sorrowful. യേശു സ്നേഹത്തോടെ വിളിക്കുകയാണ്. But Jesus calls him lovingly. അവന്റെ പരാജയമൊന്നും യേശു പറയുന്നില്ല. Jesus is not pointing his failures, അവന്റെ തകർച്ചയൊന്നും പറയുന്നില്ല. not pointing his ചില destruction, ദിനങ്ങൾക്ക് മുൻപ് യേശുവിനെ തള്ളി പറഞ്ഞ കാര്യം യേശു പറയുന്നില്ല. not reminding that he despaired God യേശുവിനെ before. അറിയത്തില്ല എന്ന് പറഞ്ഞ് ആണിയിട്ടതോ പ്രാഗിയതോ ഒന്നും യേശു പറയുന്നില്ല. Neither his cares or swearings have been യേശു remained. ഒരു കാര്യം അറിയണം. But Jesus wants to know, യോഹന്നാന്റെ മോനായ ശീമോനെ, O Simon, son of Jonas, നീ എന്നെ സ്നേഹിക്കുന്നുവോ? lovest thou me? അവൻ തകർന്ന ഹൃദയത്തോടെ പറഞ്ഞു, With a broken heart he said, ഉവ്വ കർത്താവേ. Yes, O Lord. വീണ്ടും യേശു ചോദിച്ചു, Again Jesus asked, എന്തു പറയുന്നു? what is he നീ saying? എന്നെ അറിയുന്നു കർത്താവേ. Lord, thou knowest me. എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം? What's the reason behind? എങ്ങനെ ഇത് സംഭവിച്ചു? Why did it happen? തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ When we study the scriptures, പ്രധാന വാക്കെഴുതിയിട്ടുണ്ട്. the main verse is written. ലൂക്കോസിന്റെ സുവിശേഷം 22:62 വാക്യം. Gospel according to St. Luke, chapter 22, verse യേശു അവനെ 62. തിരിഞ്ഞു നോക്കി. Jesus looked back. അവൻ പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. He went out and wept bitterly. പുറത്തുപോയി അവൻ അതിദുഃഖത്തോടെ കരഞ്ഞു. He went out and wept bitterly. ആ കരച്ചിൽ ഒരു തകർച്ചയുടെ കരച്ചിലായിരുന്നു.
That weeping was a weeping ആ of bitterness, കരച്ചിലൊരു വേദനയുടെ കരച്ചിലായിരുന്നു. a weeping of pain, ആ കരച്ചിലൊരു പരാജയത്തിന്റെ കരച്ചിലായിരുന്നു. a weeping of failure, ആ കരച്ചിലൊരു നഷ്ടപ്പെട്ടവന്റെ കരച്ചിലായിരുന്നു. a weeping of a lost man. അവിടെ എഴുതിയിരിക്കുന്നു, It's written there, അവൻ പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. he went out and cried bitterly. ലൂക്കോസിന്റെ സുവിശേഷം 22:62 വായിച്ചാൽ, Luke chapter 22 verse 62. കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തിറങ്ങി അവൻ അതിദുഃഖത്തോടെ അതിദുഃഖത്തോടെ കരഞ്ഞു. He wept bitterly. എല്ലാം ഒരു നിമിഷം കൊണ്ട് അവന്റെ മനസ്സിൽ ഓടിയെത്തിക്കൊണ്ടേയിരുന്നു. Everything comes as a flash in his mind. ഇപ്പോൾ അവനെല്ലാം തകർന്ന മനുഷ്യനാണ്. Now he is completely അവൻ destroyed. ഉപേക്ഷിച്ച വലയും പടവും ഒക്കെ അവൻ എടുക്കേണ്ടി വന്നു. He had to take back the net and the board which he അവൻ lost. യേശുവിനെ ഉപേക്ഷിച്ച് വീണ്ടും മുക്കുവനായി പോകേണ്ടി വന്നു. He dispelled God and now goes back as a എന്നാൽ fisherman. കർത്താവ് അവനെ തള്ളിക്കളയുന്നില്ല. But Jesus is not leaving him, കാര്യം കർത്താവാണ് അവനെ കേഫ എന്ന് വിളിച്ചത്. because it's Jesus who called him നമ്മളെ Cephas. വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. Faithful is the Lord who has called us. യേശു ചോദിക്കുന്നു, Jesus നീ എന്നെ asked, സ്നേഹിക്കുന്നുവോ? do you love me? അവൻ പറഞ്ഞു, ഓ കർത്താവേ. Yes, O അപ്പോൾ Lord. എന്താണ് ചെയ്തത്? What did he say? യോഹന്നാന്റെ സുവിശേഷം 21:15 വാക്യം വായിക്കുമ്പോൾ, Coming to Gospel of John chapter 21 verse 15. യേശു ഇടയന്റെ വടി അവന്റെ പക്കൽ കൊടുക്കുകയാണ്. The rod of the shepherd is given unto him. നീ എന്റെ കുഞ്ഞാടുകളെ മേയിക്കണമെന്ന് പറഞ്ഞു. You should feed my ഈ lambs, he said. സംഭവം മനുഷ്യ ബുദ്ധിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടാണ്. It is hard to interpret with human നമുക്ക് understanding. ആർക്കാണെങ്കിലും പത്രോസിനോട് നീരസം തോന്നിപ്പോകും. We may have a bitterness with Peter, പക്ഷെ യേശുവിന് തോന്നുന്നില്ല. but Jesus did not. കാര്യം യേശു അവനെ കണ്ടപ്പോൾ But when Jesus saw him, അവനെ കേഫ എന്നാണ് വിളിച്ചത്. he called him Cephas. അവൻ കേഫ, അവൻ ഉറപ്പുള്ള കല്ലാണ്. He is a strong piece of rock. പിൽക്കാലത്ത് അവൻ ഉറപ്പുള്ള കല്ലായി തീർന്നു. Later it was proven ഇതിന്റെ to. പിന്നിൽ ചില സംഭവങ്ങളുണ്ട്. There are certain incidents behind. ഒന്ന്, അവൻ അതിദുഃഖത്തോടെ കരഞ്ഞു. One, he wept bitterly, അവന്റെ പരാജയത്തെ ഓർത്ത് വേദനപ്പെട്ട് കരഞ്ഞു. reminding about his failures. He cried in pain. രണ്ടാമത്, And അവനെ secondly, വിളിച്ച ദൈവത്തിന്റെ വിശ്വസ്തത അവനോടുകൂടെ ഉണ്ടായിരുന്നു. the faithfulness of the Lord who called was there അവൻ with him. ശീമോനായിരിക്കുമ്പോൾ, Although he was അവൻ Simon, ഞാങ്ങണ പോലെ നദീതീരത്താടുമ്പോൾ, as he was swaying like the അവൻ reed, ക്ഷണനേരം കൊണ്ട് ഇടറിപ്പോകുമ്പോൾ, as he was disturbed in a യേശു moment, അവനെ കേഫ എന്നാണ് വിളിച്ചത്. Jesus called him Cephas. നമ്മളെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. Faithful is the Lord who calls us. അതിലുപരിയായി And above all, പെന്തക്കോസ്ത് നാളിൽ വലിയൊരു അഭിഷേകം അവന്റെ മേൽ വന്നു. a great anointing came upon him on the day of അവന്റെ Pentecost. കയ്യിലായിരുന്നു സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. For the keys of heaven were there with him. മത്തായിയുടെ സുവിശേഷം 16:19 വായിക്കുമ്പോൾ, Coming to Matthew chapter 16 verse അവിടെ 19, യേശു പറയുന്നു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ തരികയാണ്. there Jesus says that I hand over the keys of heaven. കുഞ്ഞാടുകളെ മേയ്ക്കുന്ന ഇടയനായിരുന്നു. He was the shepherd feeding the അവൻ lamb. സ്വർഗത്തിന്റെ താക്കോലിന്റെ സൂക്ഷിപ്പുകാരനായിരുന്നു. Now he is the protector of the keys of the kingdom എന്നാൽ of heaven. പിൽക്കാലത്ത് പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ But now when St. Paul writes the epistle, അദ്ദേഹം പറയുന്നു, കേഫാവ് അവൻ സഭയുടെ പ്രധാന തൂണായിരുന്നു. now he is mentioned as the chief pillar of the ഗലാത്യ church. ലേഖനം 2 വരുമ്പോൾ Coming to Galatians chapter 2, 9 തോന്നുന്നു. it's in the 9th verse, we guess. അവിടെ പറയുകയാണ്, It said, യാക്കോബും യോഹന്നാനും കേഫാവും അവൻ സഭയുടെ തൂണുകളായിരുന്നു. Jacob, John and Cephas are the main ഈ pillars. പിന്മാറ്റക്കാരൻ, And this യേശുവിനെ backslider, തള്ളിപ്പറഞ്ഞവൻ, the one who disobeyed യേശുവിനെ God, പ്രാഗിയവൻ, the one who അപ്പോൾ cursed, ആടുകളുടെ ഇടയനായി. now he becomes a shepherd. അവൻ ആടുകളുടെ ഇടയനായി. Now he becomes the shepherd. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ അവന്റെ പക്കൽ വന്നു. He is the keeper of the keys of the kingdom of God. അതിലുപരിയായി Above അവൻ all, സഭയുടെ പ്രധാന തൂണുകളിൽ ഒരുവനായി. now he becomes the chief pillar of the church. എല്ലാറ്റിലുപരി And above all, അപ്പോസ്തല പ്രവൃത്തിയിൽ വരുമ്പോൾ coming to Acts of ഒരു Apostles, അത്ഭുതം നമുക്ക് കാണാം. we can see a miracle. നമ്മുടെ യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ When Jesus lived, യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടവർക്ക് സൗഖ്യം കിട്ടിയിരുന്നു. there were healing for those who touched the hem of the എന്നാൽ garment. പത്രോസിന്റെ ശുശ്രൂഷ കാലത്ത് But during the ministry of St. Peter, അദ്ദേഹത്തിന്റെ നിഴല് തട്ടുന്നവർക്ക് സൗഖ്യം കിട്ടും. even his shadows could cause a healing. പത്രോസ് തെരുവിൽ കൂടെ പോകുമ്പോൾ When Peter walks through the street, രോഗികളെ എല്ലാം കൊണ്ട് തെരുവിലിട്ടിരിക്കുകയാണ്. all the sick people are on the street too. പത്രോസിന്റെ നിഴല് തട്ടിയാൽ സൗഖ്യം കിട്ടും. Shadow of Peter is enough for the healing. യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടവർക്ക് സുഖം കിട്ടിയെങ്കിൽ If those who touch the hem got healing, അതിനേക്കാൾ എത്രയോ വലിയ അത്ഭുതമാണിത്. how much more great miracle. പത്രോസിന്റെ നിഴല് തട്ടുന്നവർക്ക് സൗഖ്യം കിട്ടും. Even the shadow of Peter caused a അപ്പോസ്തല healing. പ്രവൃത്തി 5
15 വാക്യത്തിൽ വരുമ്പോൾ Coming to Acts of Apostles chapter 5 verse ഒന്ന് 15. വായിച്ചാട്ട്. Shall we read? രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴൽ എങ്കിലും അവരിൽ വല്ലവരുടെ മേൽ വീഴേണ്ടതിന് വീഥികളിൽ ദൈവത്തിന് വിരിപ്പിക്കുകയും മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. പത്രോസ് തെരുവിൽ കൂടെ പോകുമ്പോൾ When Peter passes തന്റെ by, നിഴല് തട്ടിയാൽ രോഗിക്ക് സൗഖ്യം കിട്ടും. if the shadow comes by, he will be healed. എന്തൊരു അത്ഭുതം ഇത്! What a great miracle. പത്രോസിനെ കുറിച്ച് നാം ചിന്തിച്ചപ്പോൾ എന്തൊരു അത്ഭുതമായ ജീവിതം! We meditate about the life of Peter and how wonderful. ആരംഭത്തിൽ തന്റെ അറിവിനെ കുറിച്ച് നാം ചിന്തിച്ചു. First we thought about his knowledge. യേശു നിത്യജീവനാണെന്നറിയാം. He knew Jesus is eternal life. യേശുവിനോട് മരിക്കണമെന്നുള്ളതാണ് തീരുമാനം. His decision was to die with him. യേശുവിനാൽ വിശുദ്ധീകരിക്കപ്പെടണമെന്നുള്ളതാണ് ആഗ്രഹം. His desire to be cleansed by Jesus. കർത്താവിന് വേണ്ടി കുടിൽ കെട്ടുവാൻ അവൻ വലിയ ഉത്സാഹിയായിരുന്നു. Enthusiastic to build tabernacles for എന്നാൽ God. പിന്നീട് എന്തു സംഭവിച്ചു? But then what അവൻ happened? യേശുവിനെ തള്ളിപ്പറഞ്ഞു. He despised God. എനിക്ക് ആ മനുഷ്യനെ അറിഞ്ഞുകൂടാ. I do not know that man. എന്താണ് അതിന്റെ കാരണം? What was the reason? ഒന്ന്, അവൻ തന്റെ സ്വയത്തിലാണ് ആശ്രയിച്ചത്. One, he trusted in himself. രണ്ടാമത്, അവന് പ്രാർത്ഥിക്കേണ്ട സമയത്തൊക്കെയും അവൻ ഉറക്കപ്രിയനായി തീർന്നു. Second, in his prayer times, he was sleeping. മൂന്നാമത്, അവൻ യേശുവിനെ അനുഗമിച്ചു എന്നുള്ളത് സത്യം, പക്ഷേ അകലം വിട്ടായിരുന്നു. Thirdly, though he followed Jesus, but it was far off. നാലാമതായി, അവൻ ഇരുന്നു കൂടാത്ത ആ പരിഹാസികൾക്കിടയിൽ തീ കായുവാൻ അവനും പോയിരുന്നു. Fourthly, he sat among the seats of the scornful to kindle a ഒടുവിൽ അവൻ fire. ഏറ്റവും തകർന്നുടഞ്ഞവനായി പോയി. At the end, he was completely broken. ദൈവം അവനെ തള്ളിക്കളയുന്നില്ല. Yet the Lord will not despise him, കാര്യം യേശുവാണ് അവനെ കേഫ എന്ന് വിളിച്ചത്. because Jesus called him പ്രിയ Cephas. ദൈവ പൈതലേ, Dear child of God, ഒരുപക്ഷെ ഇതുപോലെ തകർന്ന ഒരു ജീവിതമായിരിക്കാം നിന്റേത്. maybe your life is like unto him. യേശുവിനെ അനുഗമിച്ച നാളുകൾ നിനക്ക് ഓർമ്മയുണ്ടോ? Do you remember the days you followed him? നിന്റെ ആഗ്രഹം എത്ര നന്നായിരുന്നു! How great was your നീ desire? എത്ര നല്ല ഉത്സാഹിയായിരുന്നു! How enthusiastic you ദൈവ were? സാന്നിധ്യത്തിൽ ഇരിപ്പാൻ നിന്റെ പ്രാണൻ വാഞ്ചിച്ചിരുന്നു. How you longed to be in the എന്നാൽ presence of the Lord. പലപ്പോഴും ഇപ്പോൾ യേശുവിനെ തള്ളിപ്പറയുന്നു.